ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക്. റെസിപ്പി സീരീസിലൊരു പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചീസ് കേക്ക് ആണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമായിട്ടുള്ള അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ചീസ് കേക്ക്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് ചീസാണ്. അക്കോർഡിംഗ് ടു നമ്മുടെ റെസിപ്പി നമുക്കൊരു 200 ഗ്രാം ചീസാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതൊരു ബൗളിലോട്ട് ഇട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചീസ് ആയതുകൊണ്ടും ചീസിന്റെ ഒരു ഫ്ലേവർ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും എന്നുള്ളത് കൊണ്ടും ചീസ് കേക്ക് എന്നുള്ള പേര് ഇതിന് കറക്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എടുക്കാം. ഇത് എഗ് യോക്കാണ്. നമ്മുടെ റെസിപ്പി പ്രകാരം നമുക്ക് 3 എഗ് യോക്കുകളാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ക്രീം ചീസിലോട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളത് എന്ന് മനസ്സിലാവാത്ത രീതിയിൽ ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ആയി വരുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. ആത്മാർത്ഥമായിട്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അധികം ടൈം എടുക്കാതെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടെക്സ്ചറിലോട്ട് ഇത് മാറും. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് മിൽക്കി മിസ്റ്റിന്റെ ക്രീം ചീസ് ആണ്. അതിൽ 200 ഗ്രാം വരുന്ന ഒരു പാക്കിംഗ് ആണ് നമ്മൾ ചൂസ് ചെയ്തത്. നമ്മുടെ റെസിപ്പിക്ക് അത് കറക്റ്റ് ആണ്, അത്രയും മതിയാകും. അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വാങ്ങുക. അതുപോലെ ബ്രാൻഡും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ചീസും എഗ് യോക്കും ഒക്കെ അവിടെ മാറ്റി വെക്കാം. ഇനി നമ്മുടെ അജണ്ട എന്ന് പറയുന്നത് ഈ ചീസ് കേക്കിന്റെ ക്രസ്റ്റ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുക്കീസ് പൊടിച്ചതിനകത്ത് കുറച്ച് ബട്ടറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. കൈവച്ച് തന്നെ കുഴച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. കുഴച്ച് ആ കുക്കീസിന്റെ ഡ്രൈനെസ് ഒക്കെ മാറി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സ്റ്റേജിൽ നിങ്ങൾ ഏത് പാത്രത്തിലാണോ ചീസ് കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിന്റെ ബേസ് ലെയറിൽ കുറച്ച് തിക്നെസ്സിൽ ഈ ഒരു ഐറ്റം നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചീസ് കേക്കിന്റെ ക്രസ്റ്റിന്റെ പരിപാടി കഴിയും. ഈ ഒരു മോൾഡിലാണ് നമ്മൾ ഇന്ന് ചീസ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ആദ്യം ബട്ടർ പേപ്പർ ഒന്ന് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ക്രസ്റ്റ് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാ ഭാഗത്തും ഒരുപോലെ തിക്നെസ് വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കണം. ഒരു ക്രിസ്പിനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ബേക്ക് ചെയ്ത് ഇറക്കി കഴിഞ്ഞ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനുള്ളത് നമ്മൾ ചീസും എഗ് യോക്കുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ്ചറിലാണ്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 80 ഗ്രാം ഐസിങ് ഷുഗർ, 25 ഗ്രാം ഫ്രഷ് ക്രീം, 20 ഗ്രാം കോൺഫ്ലോർ ആൻഡ് ആവശ്യത്തിന് വാനില എസൻസ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ മിക്സിങ്ങും കറക്റ്റായിട്ട് യൂണിഫോം ആയിട്ട് കിട്ടിയെങ്കിൽ നമ്മുടെ ചീസ് കേക്ക് സക്സസ്ഫുൾ ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ മിക്സിൻ്റെ ഒരു പരുവം വരുന്നത്. ഇതിനെ നമുക്കിനി ക്രസ്റ്റിലോട്ട് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 160 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മുടെ ബേക്കിംഗ് ടെമ്പറേച്ചർ വരുന്നത്. 30 മുതൽ 40 മിനിറ്റ് വരെ ഇത് ബേക്ക് ആവാനായിട്ട് ടൈം എടുക്കും. ടോട്ടൽ ഒരു 1.5 മണിക്കൂറിൽ നമുക്ക് ഈ ഒരു ഐറ്റം പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ബേക്കിംഗ് കഴിഞ്ഞിറങ്ങുന്ന ചീസ് കേക്കിന്റെ ലുക്ക് ഇതാ ഇങ്ങനെയായിരിക്കും കേട്ടോ. ഇനി ഇതിന്റെ ലുക്ക് ഒന്ന് മാറ്റി പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊന്ന് പ്ലേറ്റ് ചെയ്തെടുക്കാവേ. പ്ലേറ്റ് ചെയ്തെടുക്കുന്നതൊക്കെ നിങ്ങളുടെ കലാവിരുതിന് വിടുവാണ്. അപ്പം ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കുറച്ച് വിപ്പിംഗ് ക്രീമും ബ്ലൂബെറിയുടെ ക്രഷും ഒക്കെയാണ് കേട്ടോ. ചീസ് കേക്കിന് ഫ്രൂട്ട് ഫ്ലേവേഴ്സുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റുകളായിട്ട് ഇടണം. നിങ്ങളുടെ ഓരോ കമൻസും ഞങ്ങളുടെ വളർച്ചയുടെ ഭാഗമാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും ചിന്ന വണക്കം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പീസ് ഞങ്ങളുടെ വീഡിയോസിൻ്റെ ഭാഗമാക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ബൈ.